തൃശൂർ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിൽ മറുപടി പറയാതെ ഒഴിഞ്ഞുമാറി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. എല്ലായിടത്തും ഇത്തരത്തിലുള്ള പുഴുക്കൾ ഉണ്ടല്ലോ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. വിഷയത്തിൽ സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോഴാണ് തൃശൂർ MP കൂടിയായ സുരേഷ് ഗോപിയുടെ ഒഴിഞ്ഞുമാറൽ. ഇല്ല, അതൊക്കെ വിഷമുണ്ടല്ലോ ഇതിനിടയ്ക്ക്. ആ വിഷം എന്താണെന്ന് നിങ്ങൾ തന്നെ പ്രചരിപ്പിച്ചില്ലേ? വിഷങ്ങളെല്ലാം നമുക്ക് പുകച്ച് വെളിയിൽ ചാടിക്കണം. കൂടൽമാണിക്യം ജാതി വിവേചനത്തിൽ ഇതായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. കൃത്യമായി നിലപാട് പറയാതെയുള്ള ഒഴിഞ്ഞുമാറൽ. കഴകം ജോലിക്ക് നിന്ന ബാലു എന്ന യുവാവ് നേരിട്ട ജാതി വിവേചനത്തിൽ കൃത്യമായ മറുപടി പറയാൻ തൃശൂർ MPക്ക് കഴിഞ്ഞില്ല. ക്ഷത്രിയനാകണമെന്ന് പറഞ്ഞ തൃശൂർ MPയിൽ നിന്ന് ഇതിൽ കൂടുതൽ മറുപടി പ്രതീക്ഷിക്കുന്നില്ലെന്നാണ് സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്ന പരിഹാസം. നേരത്തെ സുരേഷ് ഗോപിയുടെ പട്ടികജാതി വകുപ്പ് ഉന്നതകുല ജാഥർ ഭരിക്കണമെന്ന പ്രസ്താവന വിവാദമായിരുന്നു. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ്, ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം. അതേസമയം വിഷയത്തിൽ ബാലുവിനൊപ്പമെന്ന ശക്തമായ നിലപാടാണ് സംസ്ഥാന സർക്കാരിന്. സഭയിലടക്കം സർക്കാർ ഇത് വ്യക്തമാക്കുകയും ചെയ്തു. സർക്കാർ നിലപാട് വ്യക്തമാക്കുമ്പോൾ തൃശൂർ MP ആയിരുന്നിട്ടും സുരേഷ് ഗോപി വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നതിലും ഇടപെടാത്തതിലും വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.